ഇതെന്നാ പറു ഇതെന്നാ അക്ക അക്ക ഇത് നമുക്ക് തോന്നിക്കളയാം തോന്നിക്കളയട്ടെ അയ്യോ ഇവിടെ വെച്ചേക്കാം ഇവിടെ വിട്ടേക്കാം വഴിയിൽ നിന്ന് മാറി പോക്കോട്ടെ അതിൻ്റെ പോക്കോട്ടെ ബാ വാഴക്കല വെട്ടാം ബാ മാറിന്നോ വെട്ടാൻ പോവാ വാഴക്കല വെട്ടാൻ പോവാ മാറിന്നോ എന്നെ മാറൂ പഴം 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 പഴുത്തില്ല അജി പോത്തന്നെ കാണിക്കുന്നേ ഞം 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 വെക്കണോ കുട്ടാന്ന് വിളിച്ചേ കുട്ടപ്പായി ചേട്ടായിന്ന് വിളിച്ചേ പോട്ടെ നമ്മുടെ ഇവിടെ നല്ലപോലെ നല്ലൊരു മുള്ളാത്ത ഉണ്ടായിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങളൊന്ന് നോക്കി സൂക്ഷിച്ച് നോക്കി കണ്ടോ മുള്ളാത്ത. അപ്പോൾ ഇത് നമുക്ക് ആർക്ക് കൊടുക്കണം? ഉണ്ടാ നല്ല മുള്ളാത്ത അടി മുള്ളാത്ത ഇനി മമ്മിക്ക് കൊടുക്കാം. മമ്മി മുള്ളാത്ത എന്നതാ അമ്മയാണ് നീറ് പിടിക്കാതെ. ഞാനൊരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാറില്ല, പിന്നെ എങ്ങനെയാ? അയ്യോ അതാ കേട്ടോ ഉറുമ്പ് അടിക്കട്ടെ. എന്നെയാണ് ഉറുമ്പ് കടിച്ച് പറിച്ചു. അവളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു ഞാൻ. കേട്ടോ അപ്പൂസേ എടാ എന്നാടാ പൂച്ചോ. പല വെബ് സീരീസിലും ഇതിന്റെ മുഖമൊക്കെ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് മര്യാദക്ക് ഇരുന്നതാ. ഞാൻ പറയട്ടെ, പല വെബ് സീരീസിലും നിങ്ങൾക്ക് പൂച്ചനെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇവൻ്റെ കയ്യിലും കാലിലും തലയിലും ഒക്കെ മൊത്തം മുറിവായിരിക്കും. കാരണം ഇവന് ഈ അതിലൊക്കെ നടന്ന് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നാളൊരു ദിവസം വന്നിട്ട് കുറേ ദിവസം പൂച്ചനെ നമ്മൾ എപ്പിസോഡ് കാണിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി തല്ലും മേടിച്ച് വന്നിട്ട് ഒത്തിരി മുറിവായിരുന്നു. മാറി നോപ്പി. ഓ എടാ ഇവനെന്നെ പിന്നെ അലമ്പായോ? എന്നതാണോ നിനക്ക് വരെയൊക്കെ? അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മൊത്തം മുറിവായിട്ട് നമ്മൾ അവൻ്റെ മുഖമൊക്കെ ഒഴിവാക്കി ചില എപ്പിസോഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ പൂച്ചക്കൂട്ടിൻ്റെ മേത്ത് മുറിവുകളൊക്കെ. നമ്മൾ പിന്നെ മരുന്നൊക്കെ തൂത്ത് മാറ്റിയൊക്കെ ഇടും. ചിലപ്പം കൂടിനകത്തൊക്കെ പിടിച്ചിടും അവനെ. അങ്ങനെയൊക്കെയാണ് മുറിവ് കരിക്കുന്നത്. എന്നിട്ട് പിന്നെ പുറത്തോട്ട് വിടും, പിന്നെയും പോയി തല്ല് മേടിച്ചുകൊണ്ട് വരും. ഇനിയിപ്പോൾ പപ്പീനെ ഒക്കെ വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് പൂച്ചുവിന് നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ട്. ഇത് പപ്പിയുടെ രോമം കുറേ പൊഴിയുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇത്
രോമം നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ സീസണിലായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഉമ്മാർക്ക്. ഇത് കുറച്ചങ്ങ് പൊഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല രോമം വരും. ഇത് എവിടെയാ പയ്യെ പോ. അപ്പോൾ അവിടെ ഇരുന്നോ. അപ്പോൾ അവിടെ ഇരുത്തി നമ്മുടെ തൊഴുത്തിനടുത്തൊക്കെയുള്ള കാപ്പി ഇങ്ങനെ പഴുത്ത് നിൽക്കുവാണ്. നമുക്ക് അത് പറിക്കാം. ഇത് ഓരോരുത്തന്ന് കിട്ടിയതാണ് കേട്ടോ. ഇനി അതുപോലെ നമ്മൾ പറിക്കും. നമ്മളെ സഹായിക്കാൻ മമ്മിയുണ്ട്. നമ്മൾ കാപ്പിക്കുരു പറിച്ചു. നിമിഷം ഇടയ്ക്ക് വന്നായിരുന്നു കേട്ടോ. ഇത് നിമിഷം പറിച്ചാണേ. നിമിഷം പറിച്ചു. മമ്മി നേരത്തെ കയറിപ്പോയി. നമ്മൾ ഇത്രയും പറിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു പാത്രം അടുത്തായി. ഒരു കണ്ടിന്യൂസ് പറിക്കുകയാണ്. ഒരാഴ്ച കൂടെ പറിക്കാനുള്ള കാപ്പിക്കുരു ഉണ്ട് ഇതിലെല്ലാം. അപ്പം നമുക്കിത് കൊണ്ടുപോകാം. ലൈഫ് ഓഫ് ടാപ്പിയോക്ക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കപ്പ പറിക്കുന്ന വാട്ടുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ കാപ്പിക്കുരുവിൻ്റെ ഒരെണ്ണം ചെയ്താലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഉന്തുവണ്ടി കൊണ്ടുവരണം. ഉന്തുവണ്ടിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും പറിച്ചു വെച്ചത് തള്ളിക്കൊണ്ട് പോയി സ്വന്തമായിട്ട് വെക്കുന്നത്. അമ്മ പറിച്ചതാണ് ആ കുഞ്ഞു ബക്കറ്റ് ഇരിക്കുന്നത്, കാണത്തില്ലാതിരിക്കുന്ന സാധനം. എന്തോ എന്നാ മമ്മി അതിങ്ങോട്ട് ഇട്ട് അറിയണമല്ലോ. അങ്ങോട്ട് ഈ കൊടുത്തിട്ട് അതിട്ട് അറിയണമല്ലോ. ഇട്. എന്ത് ഇതിൻ്റെ ഇരട്ടിയുണ്ട് ഇത്. അതാ നിമിഷം ഇതാ മടുത്ത് വീണ്ടും പുല്ലി എത്താൻ പോവുകയാണ് ഗൈസ്. ഇന്നിപ്പോൾ കുറേ കൂടുതൽ പുല്ലി എത്തണം. അതുകൊണ്ട് നിമിഷനോട് കൊണ്ടുവന്നിരിക്കുവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ ചതുരംഗപ്പാറ പോവുകയാണ്. പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സേനാപതിയാണ്. തൊടുപുഴയിൽ നിന്നൊക്കെ 3 മണിക്കൂർ യാത്രയെ വരത്തുള്ളൂ. പാല തൊടുപുഴയിൽ നിന്നൊക്കെ 3-4 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോകണതിൻ്റെ ഒരു ദിവസത്തെ പുല്ല് നമ്മൾ ചെത്തിയിട്ടിട്ട് പോകാമെന്ന് കരുതി. നേരത്തെ യാത്രകളൊക്കെ പോകുമ്പോൾ ബോത്തിനുള്ള പുല്ല് നമ്മൾ വാങ്ങിക്കുക ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഒരു ദിവസത്തെ കേസുള്ളതുകൊണ്ട് നമുക്കൊരു 6 ചാക്ക് പുല്ല് ചെത്തിയിട്ടാൽ മതി. ഏറ്റവും ടോപ്പായെന്ന് പറയാം കേട്ടോ. ഇവിടുന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കാട് പോലത്തെ പ്രദേശമാണ്. അവിടെ വെച്ചാണ് നമ്മുടെ നായാട്ടിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. നായാട്ട് എന്ന് പറയുന്ന വെബ് സീരീസ് നിങ്ങൾ കണ്ടായിരുന്നോ? അത് ആ മുകളിലായിട്ടാണ് കേട്ടോ. ഈ നിങ്ങൾക്ക് കാണത്തില്ല. ആ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കാടിൻ്റെ ഫീലാണ്. ഈ മലയ്ക്കപ്പുറമാണ് നീലൂർ. ആഹാ നീലൂർ എന്നും പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. ഈ മലയ്ക്കപ്പുറത്ത് നീലൂരാണ്. അപ്പോൾ നീലൂരിൻ്റെ ബേസ് ചെയ്ത് അവിടുത്തെ ഒരു വടംവലി, ഒറിജിനലായിട്ടുള്ളൊരു വടംവലി ഗ്രൂപ്പായിരുന്നു ആഹാ. അപ്പോൾ ആ ടീമിൻ്റെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊക്കെ ഉള്ളൊരു പടമാണെന്ന് തോന്നുന്നു. ഞാൻ ട്രെയിലർ കണ്ടുള്ളൂ. നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരനൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പടം വരുന്നുണ്ട്. ആ പറയുന്ന നീലൂർ, ആഹാ നീലൂർ എന്ന് പറയുന്ന മല ഇതിൻ്റെ നേരെ അപ്പുറത്തായിട്ട് വരും. ഇത് നമ്മുടെ ഈ ഒരു ചെരുവ്. അപ്പോൾ ഒരു മലയുടെ അങ്ങേ സൈഡാണ് നീലൂർ, മാനത്തൂർ. പിന്നെ അങ്ങോട്ട് പോയാൽ മറ്റത്തിപ്പാറ, നമ്മുടെ പാമ്പനാൽ വെള്ളച്ചാട്ടം വീഡിയോ ഒക്കെ ഇല്ല, അതൊക്കെ ആ ഏരിയ ആയിട്ട് വരും. അങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മുടെ അടുത്തടുത്ത സ്ഥലങ്ങളാണെന്ന് പറയുകയും ചെയ്തത്. ഇവിടെ നല്ലപോലെ പുല്ലുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഏരിയ ചെത്തി തന്നെ ഒരു 6 ചാക്ക് പുല്ല് നമുക്ക് സംഘടിപ്പിക്കാം. പുല്ല് ചാക്കിലോട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി താത്തി നല്ലപോലെ കനം നമുക്ക് മാക്സിമം കൊള്ളിക്കാവുന്നതും കൊള്ളിക്കണം. എന്നിട്ട് ഇവിടുന്ന് പിന്നെ എടുത്തിട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെട്ടുന്ന ചേട്ടായി പറഞ്ഞായിരുന്നു ഇവിടെ മൂർഖൻ പാമ്പിൻ്റെ ചെറിയ ശല്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലായിരിക്കും. നമ്മൾ നിലത്തൊക്കെ ചവിട്ടി നിൽക്കുവാണെങ്കിൽ പാമ്പുണ്ടെങ്കിൽ മാറി പൊക്കോളുമായിരിക്കും. കാരണം ഇവർക്ക് ചെവിയൊന്നും കേൾക്കത്തില്ലല്ലോ പാമ്പുകൾക്ക്. നമ്മൾ പുല്ലിനകത്തൊക്കെ നടക്കുമ്പോൾ ഒന്ന് ചവിട്ടിയൊക്കെ നടക്കുവാണെങ്കിൽ പാമ്പ് ഈ ഒരു വൈബ്രേഷൻ അവന്മാർ പിക്കപ്പ് ചെയ്യുന്നത്. പിന്നെ മണവും ഈ നമ്മുടെ എയറിലുള്ള സ്മെല്ലും എടുക്കുമെന്ന് തോന്നുന്നു. അതിനെ നാക്ക് നീട്ടുന്നത് എപ്പോഴും. അപ്പോൾ മാറിപ്പൊക്കോളുമായിരിക്കും. അപ്പോൾ നമുക്ക് പുല്ലി എത്താം.
പഞ്ചസാര ഇട്ട് കൊണ്ടുവന്നേ കോട്ടോ കാപ്പിക്ക് കഴിക്കാൻ. നമ്മളിപ്പോൾ ഇതാ ഒരു 3, 4, 5, 6 കെട്ട് ചെത്തി വെച്ചിട്ടുണ്ട് പുല്ല്. ഇത്രയൊക്കെ പുല്ല് ചെത്തി വെച്ചു. പുറകിലെ ഇവിടെ വന്നിരുന്ന പുല്ലൊക്കെ നമ്മൾ തെളിച്ചു. അപ്പോൾ ഇത് ഇനി ചാക്ക് നിറച്ച് നോക്കണം, എന്നിട്ട് എന്തോരം ഉണ്ടെന്ന് നോക്കണം, എന്നിട്ട് ബാക്കിയുള്ള ചാക്കിനുള്ള പുല്ല് ഏത്തണം. അപ്പോൾ ഇടയ്ക്ക് 2 പൊറോട്ട കഴിക്കാം. ഇങ്ങനെ പറമ്പിൽ പോയിരുന്നൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയിട്ട്? കുറച്ച് പേർക്ക് ഇത് നൊസ്റ്റാൾജി ആയിരിക്കും അല്ലേ? നമ്മുടെ ചില വീഡിയോസ് അങ്ങനെയാണ്, ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. പൊറോട്ട പഞ്ചസാരയും ഇട്ടാണ് തിന്നുന്നത്. വേറെ പഴമുണ്ടല്ലേ? എന്താ പഴമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഓ നിറച്ച് പഞ്ചസാരയാലോ. കൂടുതൽ പഞ്ചസാര അവൾ എടുക്കും കേട്ടോ ഗൈസ്. ഇതുണ്ടോ, നമ്മളിപ്പം ചെത്തിയ പുല്ലുമറ ഇട്ടതാണേ. എണ്ണം നിറഞ്ഞെന്ന് തോന്നും, പക്ഷെ നമ്മളത് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യാനായിട്ട് സുഖകരമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. ഇതൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഈ പറമ്പ് മൊത്തം ചെത്തിയാലും ചാക്ക് നിറയാൻ തോന്നുന്നില്ല. ഉണ്ടോ പകുതി ചവിട്ടി ചവിട്ടി. ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കെട്ടാൽ മതി. അങ്ങനെ നോക്കോളും. ഇത് ഇന്ന് കൊടുക്കാനുള്ള രീതിയാണ്, ബാക്കി കൊടുക്കാനുള്ള ഇതോ കിടക്കുന്നു. നമ്മൾ പോകുമ്പോൾ പിറ്റേ ദിവസം കൊടുക്കാനുള്ളത്.